നമസ്കാരം. കാണാതായ യുവതിയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. തമിഴ്നാട്ടിൽ ഈറോഡിലാണ് സംഭവം. 35-കാരിയുടെ മരണത്തിൽ കാമുകനായ 27-കാരൻ അറസ്റ്റിലായി. അപ്പാക്കുടൽ ടൗണിലെ ബ്യൂട്ടീഷ്യനായ സോണിയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മുതൽ ഇവരെ കാണാതായിരുന്നു. സംഭവത്തിൽ മോഹൻകുമാർ എന്നയാളാണ് അറസ്റ്റിലായത്. പിക്കോം ബിരുദധാരിയായ ഇയാൾക്ക് സ്വന്തമായി പഴത്തോട്ടമുണ്ട്. 2 വർഷം മുൻപ് ഭർത്താവിനെ നഷ്ടപ്പെട്ട സോണിയ സ്കൂൾ വിദ്യാർത്ഥികളായ മക്കൾക്കും അമ്മയ്ക്കുമൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. ജോലി കഴിഞ്ഞും സോണിയ വീട്ടിൽ തിരികെ എത്താതായതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് സോണിയയുടെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിച്ചതോടെയാണ് പോലീസ് മോഹൻകുമാറിലേക്ക് എത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ തോട്ടത്തിൽ നിന്ന് കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഗോപിച്ചെട്ടി പാളയത്തിലെ തുണിക്കടയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് സോണിയും മോഹനും കണ്ടുമുട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. പിന്നാലെ പ്രണയത്തിലായ ഇവർ ഇടയ്ക്കിടെ തോട്ടത്തിൽ വെച്ച് കാണാറുണ്ടായിരുന്നു. തന്നെ വിവാഹം കഴിക്കണമെന്ന് സോണിയ നിരന്തരം ആവശ്യപ്പെട്ടതാണ് ഈ കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. തോട്ടത്തിൽ നേരത്തെ തന്നെ കുഴിയെടുത്ത മോഹൻ 8 മണിയോടെ സോണിയോട് അവിടേക്ക് വരുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കല്ലുകൊണ്ട് സോണിയെ ആക്രമിക്കുകയും കത്തികൊണ്ട് കഴുത്തിൽ കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. ശേഷം മൃതദേഹം കുഴിച്ചിടുകയും സോണിയയുടെ ഫോണും വസ്ത്രങ്ങളും സമീപത്തെ ഭവാനി കനാലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. പിറ്റേന്ന് പോലീസ് തോട്ടത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ മോഹനും അവിടെ സന്നിഹിതനായിരുന്നു. അറസ്റ്റിലായ മോഹൻകുമാറിനെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഇതിനിടെ തമിഴ്നാട്ടിൽ കോളേജ് വിദ്യാർത്ഥിനിയെ 3-അംഗ സംഘം ക്രൂരമായി പീഡിപ്പിച്ചു. പീലമേടിനടുത്തുള്ള സ്വകാര്യ കോളേജിലെ MBA വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ ദിവസം രാത്രി പീഡനത്തിനിരയായത്. കോയമ്പത്തൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം വൃന്ദാവൻ നഗറിൽ സുഹൃത്തുമായി കാറിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു പെൺകുട്ടി. ഈ സമയത്താണ് ബൈക്കിലെത്തിയവർ യുവാവിനെ അരിവാൾ കൊണ്ട് വെട്ടിയ ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. പ്രതികൾ പെൺകുട്ടിയെ ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു. ഈ സമയം പരിക്കേറ്റ യുവാവ് പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് ഇത് നിർണായകമായത്. ഒടുവിൽ വിമാനത്താവളത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള കോളേജിന് പിന്നിലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്നാണ് നഗ്നയായ നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തിയത്. പുലർച്ചെ 4 മണിയോടെയാണ് പെൺകുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോവിൽ പാളയത്തിന് സമീപത്ത് നിന്ന് ഇരുചക്ര വാഹനം മോഷ്ടിച്ചാണ് പ്രതികൾ സംഭവസ്ഥലത്ത് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ പിടികൂടാൻ 7 പ്രത്യേക അന്വേഷണ സംഘങ്ങളായി തിരിഞ്ഞുവെന്നും പരിക്കേറ്റ യുവാവിനെ ചികിത്സയ്ക്കായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. അതേസമയം സംഭവത്തിൽ DMK സർക്കാരിനെ വിമർശിച്ച് BJP നേതാവ് K. അണ്ണാമലൈ രംഗത്തെത്തി. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ സംഭവത്തിലൂടെ പ്രതിഫലിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. പെൺകുട്ടി എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അണ്ണാമലൈ എക്സ്പോസ്റ്റിലൂടെ പറഞ്ഞു. ഇതിനിടെ മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും പോലീസിൽ നിന്നും നേരിട്ട ദുരനുഭവം പങ്കുവച്ച മുംബൈ സ്വദേശിനിയായ വിനോദസഞ്ചാരിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക ചർച്ചയ്ക്ക് വഴിയൊരുക്കി. മൂന്നാർ സന്ദർശന വേളയിൽ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ പ്രദേശവാസികളായ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും പോലീസിൽ നിന്നും നേരിട്ട ദുരനുഭവം ജാൻവി എന്ന യുവതിയാണ് പങ്കുവച്ചത്. മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് യുവതി. ഓൺലൈനായി ബുക്ക് ചെയ്ത ടാക്സിയിൽ കൊച്ചിയും ആലപ്പുഴയും സന്ദർശിച്ച ശേഷമാണ് ജാൻവിയും സുഹൃത്തുക്കളും മൂന്നാറിലേക്ക് എത്തിയത്. മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്നും കോടതി ഉത്തരവുണ്ടെന്നും പറഞ്ഞ് ഒരു സംഘം തടഞ്ഞു. സ്ഥലത്തെ ടാക്സി വാഹനത്തിൽ മാത്രമേ പോകാൻ അനുവദിക്കുകയുള്ളൂ എന്ന് അറിയിച്ചതോടെ യുവതി പോലീസിന്റെ സഹായം തേടി. എന്നാൽ സ്ഥലത്തെത്തിയ പോലീസും ഇതേ നിലപാട് സ്വീകരിച്ചു. ഇതോടെ മറ്റൊരു ടാക്സി വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടി വന്നുവെന്നും സുരക്ഷിതമല്ലെന്ന് കണ്ട് ട്രിപ്പ് അവസാനിപ്പിച്ചു മടങ്ങിയെന്നും ജാൻവി പറഞ്ഞു. ദുരനുഭവം ഒരിക്കലും മറക്കാനാകില്ല. ഇനി ഒരിക്കലും കേരളം സന്ദർശിക്കാൻ വരില്ലെന്നും യുവതി 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പറയുന്നു. ഉപഭോക്താക്കൾക്ക് അവരുടെ ഗതാഗത രീതി തിരഞ്ഞെടുക്കുവാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട്. യൂണിയൻ ടാക്സി ഡ്രൈവർമാർ ഓൺലൈൻ ടാക്സി നിരക്കിനേക്കാൾ 3 ഇരട്ടി തുകയാണ് ആവശ്യപ്പെടുന്നത്. തന്റെ അനുഭവം ഓൺലൈനിൽ പങ്കുവച്ചതിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ പീഡനം നേരിട്ടതായി അവകാശപ്പെടുന്ന മറ്റുള്ളവരിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചു. ചിലരെ രാത്രി വൈകി ടാക്സി ഗ്രൂപ്പുകൾ പിന്തുടർന്നു. മറ്റുള്ളവരെ സുരക്ഷിതമല്ലാത്ത ഹോട്ടലുകളിൽ താമസിപ്പിക്കാൻ നിർബന്ധിതരാക്കി. കേരളത്തിലെ സൗന്ദര്യവും ആതിഥ്യ മര്യാദയും പ്രശംസനീയമാണ്. എനിക്ക് കേരളത്തെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് സുരക്ഷിതത്വം തോന്നാത്ത ഒരു സ്ഥലം സന്ദർശിക്കാൻ എനിക്കിനി കഴിയില്ല എന്നാണ് ജാൻവി ഈ വീഡിയോയിൽ പറഞ്ഞത്.